അപ്പോൾ എല്ലാ വണ്ടിപ്രവേഗം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് വർക്കിനായിട്ടുള്ളത് ഒരു വെറൈറ്റി വണ്ടിയാണ് കേട്ടോ. അതായത് ഇത് ഹൈക്രോസ് അല്ല, ഇത് നമ്മളെ മാരുതി സുസുക്കിയുടെ ഇൻവിറ്റോയാണ്. അപ്പോൾ ഇൻവിറ്റോയ്ക്കകത്ത് നമുക്ക് ഫോഗ് ലാമ്പും അതേപോലെ തന്നെ ടെയിൽ ലാമ്പും ഒക്കെയാണ് ഈ വെഹിക്കിളിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഫോഗ് ലാമ്പിൻ്റെ കാര്യം ഇതൊരു തീരുമാനമില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ടെയിൽ ലാമ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അത് മറ്റേ സെനിക്സ് എന്ന് പറഞ്ഞ പുതിയ മോഡലിൽ വന്നിരിക്കുന്ന ടെയിൽ ലാമ്പാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വെഹിക്കിളിനകത്ത് എൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നമുക്ക് ചെയ്യാനുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇത് വണ്ടി പുള്ളി ഒരു ബ്ലാക്ക് ഔട്ടിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം ഈ ഫ്രണ്ട് ഗ്രില്ലിൻ്റെ പോർഷനൊക്കെ ക്രോമാണ് വരുന്നത്. ക്രോമ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. പക്ഷേ ചേഞ്ച് ചെയ്യുന്നത് കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്യേണ്ടിയുണ്ട് കേട്ടോ. ഈ ഒരു വർക്ക് ഞാൻ ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിതിനകത്ത് സ്റ്റോക്ക് ടെയിൽ ലാമ്പ് ഉള്ള ഹൈക്രോസിനെ പോലെ തന്നെയാണ്. വ്യത്യാസ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ ഇതിനകത്ത് ഒരു ആംഗിൾ കണക്ക് ഒരു സംഭവം വരുന്നുണ്ട്. ഡോട്ട് കണക്കാണ് ഇതിൻ്റെ പാർക്ക് കാര്യങ്ങളൊക്കെ വർക്കാവുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ വർക്കെന്ന് വെച്ചാൽ ഈ ടെയിൽ ലാമ്പ് കാര്യങ്ങളൊക്കെ മാറി നമുക്ക് സെനിക്സ് മോഡലിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മൾ പരിപാടി. അപ്പോൾ അതാ ടെയിൽ ലാമ്പ് ഈ ഒരു മോഡലാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഫുള്ള് സ്മോക്കാണ്. ഇതിൻ്റെ ടെയിൽ ലാമ്പിൻ്റെ പേരെന്ന് വെച്ചാൽ സെനിക്സ് എന്നാണ് ഈ ഒരു ടെയിലറ്റിന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് മാറിയിട്ട് വണ്ടി ഫുള്ള് ബ്ലാക്ക് ഔട്ടാണ് ഫുള്ളി ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ടെയിൽ ലാമ്പ് കൂടെ വരുമ്പോൾ നല്ല ലുക്കായിരിക്കും ഈ ഒരു വെഹിക്കിൾ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ടെയിൽ ലാമ്പ് കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്, വ്യത്യാസ കാര്യങ്ങളൊന്നുമില്ല, നമ്മളെ ഹൈക്രോസുകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇത് ചെയ്ത് തീർന്നിട്ടാണ് നമുക്ക് ഫോഗ് ലാമ്പിൻ്റെ കാര്യത്തിലോട്ട് പോകാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ടെയിലൈറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് റിഫ്ലക്ടർ കൂടെ ആഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ റിഫ്ലക്ടർ ഇതാണ്, അതിനകത്ത് ഒന്നും റെഡാണ്. ഇതിനകത്ത് നമുക്ക് LED കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ഫുള്ള് സ്മോക്കായിട്ടുള്ള ഒരു റിഫ്ലക്ടർ LED എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വർക്കിംഗ് റെഡ് കളർ തന്നെയാണ്, സ്മോക്ക് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നതെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ റെഡ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ സെൻറ്റർ പീസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. കപ്ലർ ടു കപ്ലർ ആണ്. അതിൻ്റെ അകത്തെല്ലാം ഡയറക്റ്റ് പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാർക്കും അതേപോലെ ഇൻഡിക്കേറ്ററിൻ്റെ കണ്ടിന്യൂഷൻ നമ്മൾ ഈ ടൈലൈറ്റിൽ നിന്ന് ഇവിടേക്ക് കിട്ടാൻ വേണ്ടി, സെൻറ്റർ പോയിന്റിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് വയർ വന്നിരിക്കുന്നത്. ഇതെല്ലാം ഡയറക്റ്റ് കപ്ലറാണ് കേട്ടോ. ഇതെല്ലാം എന്താ കണ്ടില്ലേ, ഇവിടെ പിന്നുണ്ട്. ഇതേപോലെ തന്നെ കമ്പനി ടെയിൽ ലാമ്പിനകത്ത് കൊടുക്കാനുള്ളത് നമ്മൾ കപ്ലർ ടു കപ്ലറാണ്. അപ്പോൾ ഇതിനകത്ത് വയർ കട്ടിങ് കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കാൻ ചോദ്യം നമ്മൾ ചെയ്യുന്ന വർക്കിനകത്ത് വയർ കട്ട് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള കാര്യം. ഇപ്പോൾ വയർ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല, എല്ലാം കപ്ലർ ടു കപ്ലറാണ്. ഇതിനകത്ത് വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇൻവിറ്റലിൽ എടുത്ത ഫോഗ് ലാമ്പ്. അപ്പോൾ ഡാല പ്ലസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഹൈയും ലോയും വർക്കാവുന്ന ഒരു ഫോഗ് ലാമ്പാണ്, ഡ്രൈ കളറാണ്. കാര്യം നമുക്ക് ഇതിനകത്ത് ഫ്ലാപ്പോ കാര്യങ്ങളോ ഒന്നും വരാത്തതുകൊണ്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് മാത്രമേ ഈ ഫോഗ് ലാമ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഫുൾ ബമ്പർ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സ്ക്വയർ ആയിട്ടുള്ള ഫോഗ് ലാമ്പ് കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഹൈയും ലോയും വർക്കിംഗ് ആണ്. നമ്മളിതിനകത്ത് വയർ കിറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു. രണ്ട് റിലേ, അതൊന്ന് ഹൈക്കും ഒന്ന് ലോയ്ക്കും വേണ്ടിയിട്ടാണ്. അതായത് ഫോഗ് ലാമ്പിന് വേണ്ടിയിട്ട് ഒരു റിലേ, ഹൈക്ക് വേണ്ടി ഒരു റിലേ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ഹൈക്രോസിൽ ചെയ്യുന്ന അതേ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വിച്ച് ഒരെണ്ണം നമ്മൾ ഓൺ ആക്കാനും ഒരെണ്ണം നമ്മൾ ബ്രൈറ്റിന് വേണ്ടിയിട്ട്, അതായത് ഹൈക്കും വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പാർക്കിൽ തന്നെ അതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ ഫോഗ് ലാമ്പ് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഹൈ ഞാനിപ്പോൾ ബോണറ്റ് ഓപ്പൺ ആയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫുള്ള് വർക്കിങ് കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മളെ ഇൻവിറ്റോയുടെ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ടെയിൽ ലാമ്പ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഞാൻ അതിൻ്റെ വർക്കിംഗ് കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു. അപ്പോൾ നല്ല ഫാസ്റ്റ് ആയിട്ടാണ് അവിടെ എൻ്റെ സ്കാനിങ് വർക്കാവുന്നത്. നമ്മളെ ലെക്സസ് പോലെയല്ല, നല്ല ഫാസ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ സ്കാനിങ് കാര്യങ്ങൾ വർക്കാവുന്നത്. അതുമാത്രമല്ല നമ്മളെ ഈ റിഫ്ലക്റ്റിനകത്ത് നമുക്ക് സ്കാനിങ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ടെയിലൈറ്റ് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കാം ഇതിനകത്തും നമ്മൾ സ്കാനിങ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് മാട്രിക്സ് ഇൻഡിക്കേറ്റർ നമ്മൾ ലെക്സസിൽ വരുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ സ്കാനിങ് ആ ഒരു ഇൻഡിക്കേറ്റർ വരുന്നത്, മാട്രിക്സ് ഇൻഡിക്കേറ്റർ, അതേപോലെ ബ്രേക്ക്. പിന്നെ നമുക്ക് ഇതിനകത്ത് റിവേഴ്സ് അവിടെ രണ്ട് പോയിന്റ് മാത്രമാണ് റിവേഴ്സ് വരുന്നത്. ഇപ്പോൾ നമ്മളെ ഇൻവിറ്റോയിലും അതേപോലെ ഹൈക്രോസിലും നമുക്ക് സെയിം സാധനം തന്നെയാണ് ഇതിനകത്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളും ഫിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഇതിനകത്ത് ഫോഗ് ലാമ്പാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു ഇഷ്യൂ. കാര്യം ഇൻവിറ്റോയിൽ നമുക്ക് ഫോഗ് ലാമ്പ് വെക്കാനുള്ള ബ്രാക്കറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് ഡല്ല പ്ലസിൻ്റെ ഒരു ഫോഗ് ലാമ്പാണ് എടുത്തത്, അതും ഡ്രൈ കളറാണ്. അപ്പോൾ ഫോഗ് ലാമ്പ് ഉണ്ടല്ലേ, ഫോഗ് ലാമ്പ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ബ്രാക്കറ്റിനകത്ത് മാച്ച് ചെയ്യുന്ന രീതിയിൽ ബ്രാക്കറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് അളവിന് നമ്മൾ സ്പോട്ട് ചെയ്ത് കട്ട് ചെയ്ത് ലെവലിലാണ് ഇതിനെ ഒരു മെഷർമെൻറ്റ് എടുത്തതിന് ശേഷമാണ് അതിന് ലെവലായി കട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഫോഗ് ലാമ്പിന് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം 3 ഇഞ്ച് ഫോഗ് ലാമ്പാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് വെട്ടം കൂടെ ചെന്ന് കാണിച്ചുതരാം. ഇതാണ് നമ്മൾ ഫോഗ് ലാമ്പിൻ്റെ വെട്ടം കേട്ടോ. അത് ബ്രൈറ്റ് അടിച്ചേ കേട്ടോ. ഫോഗ് ലാമ്പിനകത്ത് ബ്രൈറ്റും ഉണ്ട്. അപ്പം ടിമ്മും ബ്രൈറ്റും ആണ് നമുക്ക് ഈ ഒരു ഫോഗ് ലാമ്പിനകത്ത് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ കാലും വെട്ടം നമുക്ക് ഈ ഒരു ഫോഗ് ലാമ്പിന് വരുന്നുണ്ട്. അതാണ് വേറൊരു കേസ്. വാം വൈറ്റ് യെല്ലോ അങ്ങനെ 3 കളറാണ് നമ്മൾ ഈ ഒരു
ഫോഗ് ലാമ്പിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഹൈക്രോസിൻ്റെ ബമ്പർ ഗ്രില്ല് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ ഈ വണ്ടി ഒരു ഹൈക്രോസ് ആക്കി മാറ്റാൻ സാധിക്കും. അത് വേറെ ഒന്നുമില്ല, ഫ്രണ്ട് ബമ്പർ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഹൈക്രോസ് ചെയ്യുന്ന ഒട്ടുമിക്ക മോഡിഫിക്കേഷൻ ഈ ഒരു വെഹിക്കിളിനകത്ത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻവിറ്റയുടെ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കാണാം. ബൈ.